വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 58-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം. നമ്മുടെ വചനം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ മനസ്സാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സാണ് ദിവ്യകാരുണ്യം ഉള്ളപ്പോൾ വെളിവാക്കേണ്ടത്. ആ മനസ്സിലേക്കാണ് മനുഷ്യൻ ആകർഷിക്കപ്പെടേണ്ടത്. ആ മനസ്സ് തുറക്കണ സ്ഥലമാണ് കുരിശ്. കുരിശിൽ ആ മനസ്സ് തുറക്കണ സ്ഥലമാണ് കുരിശിൻ്റെ മാറിടം. അവിടെയാണ് ഈശോയുടെ മാറിടം പിളർന്ന് കരുണ കാണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ കരുണയിലേക്കാണ് ആകർഷിക്കുന്നത്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും. 12:31-32 യോഹന്നാൻ്റെ സുവിശേഷം 12:31-32. ഞാൻ നേരിട്ട് പറഞ്ഞ്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അപ്പൊ എങ്ങോട്ട് ആകർഷിക്കണത്? മനുഷ്യൻ ഈ തുറന്ന ഹൃദയത്തിലേക്കാണ് ആകർഷിക്കുന്നത്. ദാറ്റ് മീൻസ് ദിവ്യകാരുണ്യത്തിലേക്കാണ് ആകർഷിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യം സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യം സ്നേഹമേ, മക്കളെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയമാണ്. ബി ഹാപ്പി, ബി പ്ലസൻറ്റ്, എന്തൂസിയാസ്റ്റിക്. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷിക്കാൻ, നമുക്ക് തുള്ളിച്ചാടാൻ, ആവേശം കൊള്ളാൻ എല്ലാം മറക്കാൻ പറ്റിയ ഒരിടമാണ് കർത്താവിൻ്റെ സന്നിധാനം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ ദിവ്യകാരുണ്യം സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമുണ്ട്. അതിമനോഹരമായ ഒരു വചനം, കരുണയുടെ വചനമാണ്. അത് വിശുദ്ധ ലൂക്ക 1:58, 1-ാം അധ്യായം 58-ാമത്തെ വാക്യം. എലിസബത്ത് പ്രഗ്നൻ്റ് ആയതിനെക്കുറിച്ച് നാട്ടുകാരുടെ കമൻ്റാണ്. എലിസബത്ത് പ്രഗ്നൻ്റായി ഒരു ഗർഭിണി ആയതിനെക്കുറിച്ച്. അതെങ്ങനെയുള്ള എലിസബത്താണ്? വൃദ്ധയായ എലിസബത്ത്. വൃദ്ധയായ എലിസബത്ത്, പിന്നെ എന്താണ്? വന്ധ്യയായ എലിസബത്ത്. അപ്പം നോ മാറ്റർ ഓഫ് എനി മെരിറ്റ്. അതാണ് ബൈബിൾ ഇങ്ങനെ പറയണത്. എന്ത് രസമാണ് കേൾക്കാൻ. എലിസബത്ത്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എങ്ങനെയുള്ള എലിസബത്താണ്? വൃദ്ധയായ എലിസബത്ത്. പിന്നെ അതായത് ഗർഭിണിയാകാൻ മെറിറ്റില്ലാത്ത, യോഗ്യതയില്ലാത്ത എലിസബത്ത്. പിന്നെ എങ്ങനെയുള്ള എലിസബത്താണ്? വന്ധ്യയായ എലിസബത്ത്.
അപ്പോഴും കുട്ടിയുണ്ടാകാൻ യോഗ്യതയില്ല. എൻ്റെ സഹോദരങ്ങളൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ. ഇപ്പം ലൂക്കായുടെ സുവിശേഷം 1:36 തിരുവചനം. വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാമത്തെ വാക്യം എന്താ പറയണത്? വൃദ്ധയായ എലിസബത്ത്, പിന്നെ എന്താണ്? വന്ധ്യയായ എലിസബത്ത്. ഈ എലിസബത്തിനോട് ദൈവം എന്താ കാണിക്കണത്? നാട്ടുകാരെന്നാ പറയണത്? ഈ എലിസബത്ത് പ്രഗ്നൻ്റ് ആയിട്ട് പിന്നീട് അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ നാട്ടുകാർ കമൻറ്റ് ചെയ്യണത് എന്താണ്? ലൂക്കായുടെ സുവിശേഷം 1:58. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:58 ഈ വൃദ്ധയായ എലിസബത്ത് നമ്മൾ ലൂക്ക 1:36 കണ്ട എലിസബത്തിൻ്റെ ഡീമെറിറ്റ്സ് എല്ലാം ഉണ്ട്. ഒന്ന് വൃദ്ധയാണ്, വന്ധ്യയാണ്. ഈ വൃദ്ധയായ എലിസബത്തിന് അനുഗ്രഹം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മൾ Ephesians 4:8 പോകുന്ന ഉടനെ അതാണ് ഉടമ്പടിയുടെ അന്തസത്ത എന്ന് പറയണത്. ഇപ്പം നിങ്ങൾ അപ്പം മാതാവിൻ്റെ തിരുസ്ഥന്ന് ഉടമ്പടി എടുത്ത ആൾക്കാരല്ലേ? ഓൺലൈൻ ഉടമ്പടി ആയാലും അതുപോലെ തന്നെ നമ്മുടെ പിൽഗ്രീം ഉടമ്പടി ആയാലും തീർത്ഥാടന ഉടമ്പടി ആയാലും ഈ ഉടമ്പടി ബേസ് എന്താണ്? നോട്ട് ബൈ മെറിറ്റാണ്. അതാണ് നാട്ടുകാർ കമൻറ്റ് ചെയ്യണത്. എലിസബത്ത് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ജനം എന്താ പറയണത്? കർത്താവ് അവളോട് കാരുണ്യം കാണിച്ചു. ഒന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവ് അവളോട്. അതായത് വന്ധ്യയായ അതേസമയം തന്നെ വൃദ്ധയായ എലിസബത്തിനോട് അവൾക്ക് യോഗ്യതയില്ല. പക്ഷെ ദൈവം എന്താ കാണിച്ചത്? കാരുണ്യം. ദൈവമേ, നീ രോഗിയാകാം, അതുപോലെ നിന്റെ കുടുംബം തകർന്നിരിക്കുന്ന അവസ്ഥയാകാം, നിന്റെ മക്കളും നിന്റെ ഭർത്താവും ജീവിത പങ്കാളികളുമെല്ലാം പലതരത്തിൽ പാറാപറന്തൽ പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹതാശയമായ അന്തരീക്ഷമാകാം. Still there is a space for hope. നിന്റെ ജീവിതത്തിൽ ഇപ്പോഴും ദൈവത്തിൻ്റെ കരുണയ്ക്ക് സ്ഥാനമുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 യേശുവേ യേശുവേ കരുണ തോന്നണമേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അറിവു തോന്നണമേ.
അറിവ് തോന്നണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പം എലിസബത്തിനോട് കരുണ കാണിച്ച ദൈവത്തിൻ്റെ മുമ്പിലാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ ദിവ്യകരുണയുടെ മുമ്പിലാണ് നമ്മൾ ഈ ആരാധന നടത്തുന്നതെന്നാണ് അച്ഛൻ പതുക്കെ എൻ്റെ സഹോദരങ്ങളെ ഓർപ്പിക്കണത്. ദിസ് ഈസ് ദ സ്പേസ് ഓഫ് എ ഹോപ്പ്. നമ്മളുടെ പ്രത്യാശയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. അതാണ് മാർപ്പാപ്പ കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ എന്ന് ചേർക്കാൻ കാരണം. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഈ കാലഘട്ടത്തിൽ, ഉടമ്പടിയുടെ ഈ കാലഘട്ടത്തിലാണ് സഭയിലെ കരുണയുടെ മാതാവേ എന്നുള്ള സുഹൃതമണിയും പ്രത്യാശയുടെ മാതാവേ എന്നുള്ള സുഹൃതമണിയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് റോണ എന്നാണ്. പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ 8, 2023 ജൂൺ 8, 2023 ഞാൻ ആദ്യമായിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 4th ഇയർ BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അലർജി ഉണ്ടായി. അപ്പോൾ ശരിയായ കാരണങ്ങൾ അറിയില്ലായിരുന്നു. ഈ അലർജി ഉണ്ടാവാൻ, പെട്ടെന്ന് ഈ അലർജി ഉണ്ടാവാനുള്ള കാരണങ്ങൾ ശരിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡ്രസ്സ് ഇട്ടാലും ഫുഡ് കഴിച്ചാലും പെട്ടെന്ന് തന്നെ ശരീരം തടിക്കുകയും എൻ്റെ ഫേസേ മാറിപ്പോവായിരുന്നു. അങ്ങനെയായി. അപ്പോൾ 4th ഇയർ ഇങ്ങനെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ കോളേജിൽ നിന്ന് തന്നെ ഒരു കാര്യം ചെയ്യും, മെഡിക്കൽ ലീവ് എടുത്തിട്ട് നീ വീട്ടിൽ പൊക്കോ അങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ സ്കിന്നിൻ്റേതായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞപ്പോഴൊക്കെ ഡോക്ടർ ഒരു കൺഫർമേഷൻ പറയുന്നില്ല, ഇതെന്താണ് എങ്ങനെയാണെന്ന് പറയുന്നില്ല, ഇതൊരു അലർജിയാണ്, ഒരു കാര്യം ലിവോസിസോ സിട്രസനോ എടുത്ത് കഴിക്ക്, മാറുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു റെഫറൻസിന് തിരുവനന്തപുരം യോഗിരാജ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അവർ പറയുന്നത്, ഇതിൻ്റെ പേര് ആർട്ടിക്കേരിയ എന്നതാണ്, അക്യൂട്ടായിരുന്നു, ഇപ്പോൾ ഇത് കൂടി ക്രോണിക്കായിട്ട് മാറി, ഇതങ്ങനെ മാറാൻ ചാൻസ് ഇല്ല, ചിലപ്പം മാറാം, അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നോട് അമ്മ പറയുന്നത്, ഇതുപോലെ കൃപാസനം എന്ന പള്ളിയുണ്ട്, മോൻ്റെ അസുഖം എന്തായാലും മാറും, അവിടെ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അമ്മ ഇങ്ങനെ യൂട്യൂബിലെ ഓരോ സാക്ഷ്യങ്ങൾ അയച്ചു തന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്നിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്തു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇത് മാറില്ല എന്ന് പറയുന്നിടത്ത് എൻ്റെ എല്ലാ അലർജികളും, എനിക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം, എൻ്റെ എല്ലാ അലർജിയും മാതാവ് മാറ്റി തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയും എനിക്ക് യാതൊരുവിധ അലർജികളും ഇല്ല. ഇപ്പോൾ വരെ എനിക്ക് യാതൊരുവിധ അലർജികളും വന്നിട്ടില്ല. എനിക്ക് ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞ് നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ ആബ്സെൻ്റ് ആയ സമയത്താണെങ്കിൽ പോലും എൻ്റെ എക്സാമിനൊന്നും ഞാൻ അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല. പ്രാക്ടിക്കൽ പരമായിട്ട് ഞാനൊന്നും അറ്റൻഡ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിലൊന്നും എനിക്കൊരു തടസ്സം വരാതെ തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എക്സാമിന് നല്ല മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ മാതാവ് എന്നെ പാസ്സാക്കി തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും നേഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് യൂറോപ്പ് പോലത്തെ ഏതെങ്കിലും കൺട്രിയിൽ പോകണം. അപ്പോൾ ഞാൻ OIT ഇരുന്ന് പഠിക്കുമായിരുന്നു ജോലിക്ക് പോകുന്നതിന് മുന്നേ. അപ്പോൾ OIT പ്രാർത്ഥനയേക്കാൾ കൂടുതലിരുന്ന് പഠിക്കുമായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വെറുതെ സമയം കളയണ്ട, നമുക്ക് എക്സ്പീരിയൻസ് ആണ് വലുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോയി. അവിടെ ഞാൻ ആ സിംഗിൾ റൂമിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു വലിയ സിംഗിൾ റൂമായിരുന്നു. അപ്പോൾ ആ വലിയ സിംഗിൾ റൂം ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ചെറിയ സിംഗിൾ റൂം തരാം, നീ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയിലായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാനായിരുന്നു. അപ്പോൾ ആ ഫാൻ എന്ന് പറയുന്നത് എൻ്റെ ഈ ഞാൻ കിടക്കുന്ന തലയോട് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ 10 ദിവസം ഞാൻ ആ റൂമിൽ കഴിഞ്ഞു. അപ്പോൾ 11ാമത്തെ ദിവസം ഞാൻ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഫാനിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടു.
അപ്പോൾ ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല, ചിലപ്പോൾ ഇങ്ങനെ ഉള്ള ഫാനായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഇത് എനിക്കന്ന് ഓഫായിരുന്നു. അപ്പോൾ എന്നോടിങ്ങനെ പറയുകയാണ്, നീ ഈ റൂമിൽ നിൽക്കണ്ട, നീ ഇങ്ങനെ നിൽക്കുകയേ വേണ്ട എന്നിങ്ങനെ എന്നോടിങ്ങനെ ആരോ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കൂട്ടുകാരി ഇങ്ങനെ പുറത്ത് പോകാൻ എന്നെ വിളിച്ചു. അപ്പം ഞാൻ അവളുടെ കൂടെ പുറത്തൊക്കെ പോയി. ഞാൻ അവളുടെ തന്നെ റൂമിൽ കഴിഞ്ഞു ആ ദിവസം. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം മോർണിംഗ് ഷിഫ്റ്റാണ്. അപ്പം ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടത് കൊണ്ട് 5:30 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, താഴെ 3rd ഫ്ലോറിൽ നിന്ന് 2nd ഫ്ലോറിലോട്ട് എൻ്റെ റൂമിൽ വന്നപ്പോൾ ഞാൻ കാണുന്നത് ഫുള്ള് പുകയും, അവിടെ ഫുള്ള് മറ്റേ ഫയറിൻ്റെ ഇതും പിന്നെ കുറേ ആൾക്കാരുമാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ഫാൻ, അതായത് ഞാൻ ആ തല വെച്ചിരുന്ന അതിൻ്റെ മുകളിൽ ആ ഫാൻ തീ പിടിച്ചിട്ട് താഴെ വീണ് ആ റൂം മൊത്തം കത്തിപ്പോയി. ആ റൂം മൊത്തം കത്തിപ്പോയി. എൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കത്തിപ്പോവുകയുണ്ടായേ. പക്ഷേ മാതാവ് അനുഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡോക്യുമെൻറ്റ്സിന് ഒരു പ്രശ്നവും വരാതെ അവിടെ നിന്ന് മാറ്റി വെച്ചേക്കുമായിരുന്നു അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും ഭയങ്കര അത്ഭുതമായിട്ട് പറഞ്ഞത് ഭയങ്കര അത്ഭുതമാണ്. കാരണം എല്ലാവരും വിചാരിച്ചത് ആ റൂമിനകത്ത് ഞാൻ ഉണ്ടെന്നാണ് വിചാരിച്ചത്. കാരണം ഓൾറെഡി റൂം ലോക്കായിരുന്നു, അവർക്ക് ഒരു രീതിയിലും തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കും റൂം ആളി കത്തുമായിരുന്നു. കറക്റ്റ് എൻ്റെ തലയിരുന്ന ആ സ്ഥാനത്ത് തന്നെയാണ് ആ ഫാൻ തീ പിടിച്ച് തറയിലോട്ട് വീണ് തീയായത്. ബെഡിൽ നിന്നാണ് തീ ആളിക്കത്തി റൂം മൊത്തം തീ പിടിച്ചത്. അപ്പോൾ തന്നെ പറഞ്ഞത് ഭയങ്കര അത്ഭുതമാണ്, മാതാവിൻ്റെ അത്ഭുതമാണ്, അങ്ങനെയാ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കുറച്ച് നാൾ നിന്നു. വീണ്ടും അത് കഴിഞ്ഞ് കുറച്ച് നാൾ നിന്ന ശേഷം റിസൈൻ വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും എന്നാൽ OET ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. ഞാൻ അതിൽ കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് OET ട്രൈ ചെയ്തു. അപ്പോൾ OET ഒക്കെ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് OETയുടെ റിക്രൂട്ട്മെൻ്റ് എല്ലാം ക്ലോസ് ചെയ്തു. ഇനി വലിയ ഇതില്ല, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് കൺട്രികളിലോട്ട്, അതായത് ന്യൂസിലൻഡ്, അയർലൻഡ് ഉള്ള രാജ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് 1 ഇയർ എക്സ്പീരിയൻസ് മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ വലിയ ആഗ്രഹം, അച്ഛനെ എങ്ങനെയെങ്കിലും കാണണം, എനിക്ക് അച്ഛനെ കണ്ട ഒരിതാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്നു. ഞാനിവിടെ വന്ന് അച്ഛനെ എടുത്ത് പറഞ്ഞു, അച്ഛൻ ഇതുപോലെ കാര്യങ്ങളാണ്, എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സമയത്താണ് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ ആ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരിത് വന്നത്, നിനക്ക് എന്തുകൊണ്ട് UK-യിൽ MSc നേഴ്സിംഗ് പഠിക്കാൻ പോയിക്കൂടാ, നിൻ്റെ ഇത് വെച്ചിട്ട് എന്തുകൊണ്ട് പോയിക്കൂടാന്ന് പറഞ്ഞു. അപ്പം ആകെ കൂടെ എല്ലാവരും ആ ഒരു സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഒരു 2-3 മാസത്തിന് മുന്നേ തന്നെ തുടങ്ങും, ഈ പ്രോസസ്സിങ് തുടങ്ങും. കാരണം UK-യിലെ പേപ്പർ വർക്ക് വളരെ ലേറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മുന്നിൽ ആകെ 1 മാസമുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, നിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വളരെ കറക്റ്റ് ആണെങ്കിൽ നിനക്ക് പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ OET അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോളേജിലോട്ടൊക്കെ മെയിൽ അയച്ചു. അവിടുന്ന് അയച്ച 3 യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെ ഞാൻ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പേപ്പർ എല്ലാം കറക്റ്റായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു ഹാഫ് എമൗണ്ട് അടച്ചാൽ മതിയായിരിക്കും, അത്യാവശ്യം അടച്ചാൽ മതി. പിന്നെ എൻ്റെ ലെറ്ററിനകത്ത് കണ്ടത് നിങ്ങൾ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് എമൗണ്ട് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം, പക്ഷേ അത്രയും എമൗണ്ട് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഇത് വിട്ടേക്ക് മോനെ, നമുക്കിത് വേണ്ടാന്ന് വെക്കാം, അല്ലെ മോൻ്റെ ഒരു കാര്യം ചെയ്യും, വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഇതെനിക്ക് മാതാവ് തന്നാണെങ്കിൽ മാതാവ് തന്നെ എനിക്കിത് ശരിയാക്കി തരും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഈ പൈസയുടെ എല്ലാ കാര്യങ്ങളും അത്രയും എമൗണ്ട് അടയ്ക്കാനുള്ളത് ഒരുക്കി തന്നു എനിക്ക് ആ ഒരൊറ്റ ദിവസം കൊണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, സാധാരണ ഒരു ദിവസം കൊണ്ട് ഇത്രയും ലക്ഷങ്ങളൊക്കെ ഒപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. ആ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് എല്ലാ എമൗണ്ടും, അതായത് എൻ്റെ ഫീസിൻ്റെ എത്രയാണോ, ലിവിങ് എക്സ്പെൻസ് എത്രയാണോ അത്രയും അടയ്ക്കാനുള്ളത് മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അത് ഞാൻ പേപ്പർ വർക്കെല്ലാം നടന്നു. അപ്പോൾ ഈ ഫീസ് അടച്ചാൽ മാത്രമാണ് ക്യാസ് എന്ന് പറയുന്നൊരിത് കിട്ടുള്ളൂ. ക്യാസ് അവിടുത്തെ സ്പോൺസർഷിപ്പാണ്, അവിടെ കൺഫർമേഷൻ. അപ്പോൾ ഈ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമാതിരി അവിടെ പഠിക്കാൻ ഓക്കെ ആയി എന്ന അർത്ഥം. അപ്പോൾ ഈ ക്യാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫീസെല്ലാം അടയ്ക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നിൽ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, റോണ, ആഗസ്റ്റ് 10-നിപ്പുറം നിനക്ക് ഈ ക്യാസ് വന്നില്ലെങ്കിൽ നിനക്ക് പ്രയോറിറ്റി തന്നെ വെക്കേണ്ട വരും. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട വിസയുടെ ഡബിൾ ഇരട്ടി നമ്മൾ അടയ്ക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു, മേഡം ഇല്ല, അങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗസ്റ്റ് 10 എന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഞാനങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഒരു ഞായറാഴ്ചയായിരുന്നു. ഒരു 9 മണിയായപ്പോൾ എനിക്ക് ഒരു മെയിൽ വന്നു, റോണ നിൻ്റെ ക്യാസ് റെഡിയാന്ന് പറഞ്ഞു വന്നു. ശരിക്കും എനിക്ക് മാതാവ് സ്റ്റാൻഡേർഡ് വിസ
നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് വന്നത്. പക്ഷെ അവിടെ വെച്ച് എനിക്കിങ്ങനെ ഏജൻസിക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പം ഞാൻ അങ്ങ് അറിയാണ്ട് പ്രയോറിറ്റി അന്നാ ഒരു കാര്യം ചെയ്യാം, ടെൻഷൻ അടിച്ച് നിൽക്കണ്ടല്ലോ, പ്രയോറിറ്റി അങ്ങ് വെച്ചേക്കാമെന്ന് പറഞ്ഞു. ആ ദിവസം മെയിലിൽ വന്ന ക്യാസ് എനിക്ക് വരുന്നില്ല. എന്ത് ക്യാസ് ഞാനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക, എവിടെയാണെന്നറിയില്ല, ടെൻഷനാവുക. കാരണം ഓരോ ദിവസം പോകുമ്പോഴും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, നീ സ്റ്റാൻഡേർഡ് വിസ വെക്കാൻ വേണ്ടിയിട്ടാണ് മാതാവിനോട് ആ ഡേറ്റ് ഇട്ട് നീ ചോദിച്ചത്, അപ്പോൾ അതിൻ്റെ ഇതാണ്. അപ്പം നീ അത് മാതാവിനോട് ക്ഷമ പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് വിസ തന്നെ വെക്കണം, മാതാവ് ഇതെനിക്ക് എങ്ങനെയെങ്കിലും തരണേന്ന് പറഞ്ഞ് അപ്പം ഞാൻ ആ വൈകിട്ടിരുന്ന് മുട്ടിപ്പായിട്ടിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ രണ്ടും കൽപ്പിച്ച് യൂണിവേഴ്സിറ്റിയിലോട്ടും മെയിൽ അയച്ചു. എനിക്കിതുപോലെ ഇത് വന്നു, പക്ഷേ എനിക്ക് ക്യാസ് എവിടെയായിട്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ 5:30 പ്രാർത്ഥിക്കാൻ എണ്ണീറ്റു. ഞാനപ്പോൾ മെയിൽ ശ്രദ്ധിക്കുന്നില്ല. ഈ 5:30 പ്രാർത്ഥിക്കാൻ എണ്ണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മെയിൽ കാണുന്നത് എൻ്റെ ക്യാസ് വന്നു എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ക്യാസൊക്കെ വന്നു, ഞാൻ വിസയ്ക്ക് വെച്ചേക്കുവാണ്. എനിക്കപ്പോൾ എന്നോട് അവിടുത്തെ ഏജൻസിക്കാർ പറഞ്ഞു, റോണയ്ക്ക് ഉറപ്പുണ്ടോ, കിട്ടുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 100% ഉറപ്പാണ്, ഇനിയും എനിക്ക് പ്രശ്നങ്ങളില്ല, എൻ്റെ റിസ്ക്കാണ്, എനിക്കൊരു മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ വിസയ്ക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് 100% ഉറപ്പാണ്, ഈ ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസയ്ക്ക് വരും എന്നുള്ളത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് തൊണ്ടയ്ക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. എനിക്കൊന്നും അതിനെ കഴിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവർ പറയും, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളം അങ്ങനെയൊന്നും തണുത്തോളമൊന്നും കുടിക്കാതിരുന്നാൽ മതി എന്ന് പറയും. പക്ഷെ ഞാൻ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഇങ്ങനെ തൊണ്ടയിൽ തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് ഒരു പ്രശ്നം തന്നെയില്ല. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറയുമ്പോൾ എന്നെയും കൊണ്ട് പറ്റാവുന്ന, എനിക്ക് ഈ സമയത്തൊന്നും ജോലിയില്ല, പക്ഷേ എന്നെയും കൊണ്ട് പറ്റാവുന്ന പോലെ തീരെ വയ്യാത്ത ഇതിലൊക്കെ ഉള്ളവരൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന വയ്യാത്തവരൊക്കെ ഞാൻ സഹായിക്കും. പിന്നെ വീട്ടിൽ വരുന്നവരെ ആണെങ്കിലും പറ്റാവുന്ന രീതിയിലൊക്കെ സഹായിക്കും. പിന്നെ ആത്മീയമായി ഞാൻ ഒരുപാട് വളർന്നു. കാരണം ആദ്യത്തെ സമയത്തിലൊന്നും വലിയ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. കുഞ്ഞുനാൾ പോലും എനിക്ക് മാതാവിനെ ഇഷ്ടമാണ്, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇത്രയും പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു ദിവസം പോലും ഇല്ല ഞാൻ കരുണക്കൊന്ത് ചൊല്ലാത്ത ദിവസങ്ങൾ. അതുപോലെ മുടങ്ങാതെ പള്ളിയിൽ പോവും. പിന്നെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ ഞാൻ കൊണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ OIT പഠിക്കുന്നിടത്ത് എവിടെയായാലും, ഞാൻ എങ്ങോട്ട് പോയാലും ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മാതാവ് എനിക്ക് എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവരോടെല്ലാം പറഞ്ഞ് ഇവിടെ വന്ന് ഓൺലൈനിൽ എടുക്കുന്നവർ ഓൺലൈനിലും എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് വന്ന് എടുത്തിട്ടുമുണ്ട്. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവ് എനിക്ക് ഈ ആഴ്ചയ്ക്കുള്ളിൽ വിസ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഇംഗ്ലീഷ് പത്രങ്ങൾ വാങ്ങിച്ച്, കാരണം അവിടുത്തെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, പല സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ മാതാവിനോട് ഇതാണ് പറഞ്ഞത്, മാതാവി എനിക്ക് നല്ലൊരു അക്കോമഡേഷൻ, അതും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് എനിക്കത് വന്നത്. എനിക്ക് അറിയാവുന്നവർ തന്നെ എനിക്ക് അക്കോമഡേഷൻ ശരിയാക്കി തരും, അവിടെ അടുത്തായിട്ട് പള്ളി ഉള്ളതും ഒക്കെ. അപ്പോൾ അതും മാതാവിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ വാങ്ങിച്ച് ഞാൻ എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തെ ഞാൻ പറഞ്ഞേക്കാം എന്നുള്ളത്. പിന്നെ എന്നോടൊരു ചോദ്യം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ UK പോയി കഴിഞ്ഞാൽ നീ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം ഞാനിന്നിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. എനിക്കങ്ങനെ വലിയ കൂട്ടുകാരായിട്ടോ അല്ലെ ഇതായിട്ടോ അല്ല ഞാൻ പോകുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതിൽ പേടിയില്ല. കാരണം എൻ്റെ കൂടെ എപ്പോഴും മാതാവുണ്ട്. എന്നെ മാതാവ് നോക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ പോകുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് തിരുക്കുമാനും 1000 ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ബെറ്റി. ഞാൻ വരുന്നത് ലണ്ടനിൽ നിന്നാണ്. എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഫെബ്രുവരി 24 അത് എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ വെച്ച് എനിക്ക് ദുബായിൽ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുകയും അതിനെ തുടർന്ന് അതിൻ്റെ പേപ്പർ വർക്കിനും കാര്യങ്ങൾക്കും ആയിട്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഞാൻ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടും അവർ വിസ അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വിസയും ടിക്കറ്റും നമുക്ക് അയച്ചു തരുന്നില്ലായിരുന്നു. അതിനെ തുടർന്ന് വേറുള്ള ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായാലും എനിക്ക് ദുബായിലുള്ള വിസ ഓൾറെഡി അടിച്ചു വെച്ചിരിക്കുന്ന കാരണം എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവർ വിസയും ടിക്കറ്റും അയച്ചു തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങിയ ആ സമയം തന്നെ എനിക്ക് എൻ്റെ മെയിലിലോട്ട് വിസയും ടിക്കറ്റും അവർ മെയിൽ ചെയ്തു തന്നു. അതിനുശേഷം ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഓൾമോസ്റ്റ് ഒരു 14 hours ഒക്കെ വർക്ക് ചെയ്യണമായിരുന്നു ഒരു ദിവസം. പക്ഷേ എനിക്ക് ഡ്യൂട്ടിയുടെ സമയത്തെല്ലാം ഒരുപാട് താമസവും തടസ്സങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്തെല്ലാം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴെല്ലാം മാതാവ് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നുകൊണ്ടേയിരുന്നു, എന്നെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ടും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, എൻ്റെ അനിയത്തി, അവളുടെ പേര് പ്രിയ എന്നാണ്. ഇവള് എല്ലാ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കോടെ പാസ്സാവുകയും എല്ലാം ചെയ്തു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്നു സമയത്ത് അവൾക്ക് ഒരു ഇൻ്റർവ്യൂവും കിട്ടുന്നില്ലായിരുന്നു, ഒരു പ്ലേസ്മെൻറ്റും അവൾക്ക് കിട്ടാതെ വന്ന് ലാസ്റ്റ് ഒരേ ഒരു ഇൻ്റർവ്യൂ മാത്രം, പ്ലേസ്മെൻറ്റ് മാത്രം ബാക്കിയായിരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ ഇവളുടെ നൽകിയിട്ട് ഇവളോട് പറഞ്ഞു ഇതുപോലെ ഉടമ്പടി കാശുരൂപം വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവൾക്ക് ആ കോളേജിൽ വന്നിരുന്ന ലാസ്റ്റത്തെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അവൾക്ക് കിട്ടി. അവൾ പൂനെയിൽ ടാറ്റയുടെ ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമതായി വെച്ചിരുന്നൊരു ആവശ്യമായിരുന്നു, എനിക്ക് ദുബായിൽ നിന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വർഷം എനിക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി പോകണമെന്നുള്ളൊരു ആഗ്രഹം, അവിടെ പോയി വർക്ക് ചെയ്യണമെന്ന്. കാരണം OET എക്സാം എഴുതുന്നവർക്കറിയാം, OET എക്സാമിന് ഒരു 36,000 നമ്മൾ ഒരു എക്സാം എഴുതാൻ വേണ്ടി മുടക്കണം. അപ്പം അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലായിരുന്നു. അപ്പം അത്രയും പൈസ എൻ്റെ കയ്യിൽ കളയാനില്ലാത്തതാണ് ഞാൻ വേറെ ഏതെങ്കിലും കേരള വിസയിലോ ഏതെങ്കിലും ഒരു വിസയിൽ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോകാൻ സാധിക്കണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ദിവസം പക്ഷേ എനിക്കൊരു ഭയമായിരുന്നു OET എക്സാം എഴുതുന്നതിനെക്കുറിച്ച്, എങ്ങനെയായിരിക്കും ഒരു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു പേടിയായിരുന്നു. അത് അങ്ങനെ വന്നിരുന്ന സമയത്ത് എൻ്റെ മമ്മി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. അന്ന് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന ഒരു സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു, ഒന്ന് OET എക്സാമിന് എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് പഠിച്ച് നോക്കാം, പഠിച്ചിട്ട് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഞാൻ വെറുതെ ഇരിക്കുമല്ലേ, ഒന്ന് പഠിച്ച് നോക്കാമെന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ആദ്യമേ പറഞ്ഞൊരു കാര്യം, മാതാവേ എനിക്ക് എല്ലാം ഒരുമിച്ച് തന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു 2 സബ്ജക്റ്റ് എനിക്ക് തരുവാണെങ്കിൽ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് വരും, വീണ്ടും എക്സാം എഴുതാനാണെങ്കിൽ പോലും ഒരു കോൺഫിഡൻസ് വരും, എനിക്ക് ഏതെങ്കിലും ഒരു 2 എണ്ണമെങ്കിലും തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന് കോയമ്പത്തൂർ എക്സാമിന് സെൻറ്റർ എടുത്തു. ഇവിടെ എക്സാം എഴുതുന്നതിന് മുന്നേ ഞാൻ അച്ഛനെ വന്ന് കണ്ട് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി, അതുപോലെ തന്നെ എനിക്ക് ഒരു കാശുരൂപം തന്നു. അതെല്ലാം വെച്ച് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാൻ 2 വിഷയത്തിന് ജയിച്ചു, 2 വിഷയത്തിന് ഫെയിലായി. അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും ഞാൻ തിരിച്ച് ദുബായിക്ക് പോയി. ദുബായിൽ നിന്ന് രണ്ടാമത് എക്സാം എഴുതി, 2 വിഷയം മാത്രം പാസ്സാവുന്നുണ്ട്, 2 വിഷയത്തിന് ഞാൻ ഫെയിലായിക്കൊണ്ടിരുന്നു. മൂന്നാമത് എക്സാം എഴുതി. അപ്പം മൂന്നാമത് എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ വിവാഹം നടക്കുകയൊക്കെ ചെയ്തു. അപ്പം വിവാഹം നടന്ന ഹസ്ബൻഡ് അവിടെ സെറ്റിലായതാണ്. എനിക്ക് UK പോകേണ്ടത് ഒരു ആവശ്യമായിട്ട് വന്നു. പക്ഷേ എനിക്ക് UK സ്കോർ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ വീണ്ടും മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 4 സബ്ജക്റ്റിനും എനിക്കൊരു B തരണേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ അത് നടന്നില്ല. മൂന്നാമത്തെ തവണ എക്സാം എഴുതി ഫെയിലായി. അങ്ങനെ 4ാമത്തെ തവണ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് UK പോയി. UK ചെന്ന് ഞാൻ വീണ്ടും എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ആ വർഷം ഞാൻ പ്രഗ്നൻ്റായി ഒരു 7ാം മാസം ഞാൻ വീണ്ടും നാട്ടിൽ വന്ന് കോയമ്പത്തൂർ തന്നെ സെൻറ്റർ എടുത്ത് എക്സാം എഴുതി കഴിഞ്ഞപ്പം മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ തന്നു. അയർലൻഡ് സ്കോർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു. പക്ഷേ എനിക്ക് പോകേണ്ടത് UK ആയത് കാരണം തന്നെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. 3-4 പ്രാവശ്യമായിട്ട് എക്സാം എഴുതുന്നു, ഫെയിലാവുന്നു. അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി എന്തൊക്കെയാണെങ്കിലും UK അപ്പം ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി ഒരു രജിസ്ട്രേഡ് നേഴ്സായിട്ട് അവിടെ കയറാൻ പറ്റുമല്ലോ, അത് നോക്കിയേച്ചാൽ പോരെ, ഇനിയും എക്സാം എഴുതി പൈസ കളയണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട്
5-ാം പ്രാവശ്യം എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിൻ്റെ മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആണിപ്പം, എനിക്ക് ഇനി ഒന്നുകൂടി എക്സാം എഴുതാൻ ഏത് സമയത്താണ് പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല, അതിന് മുന്നേ തന്നെ എനിക്ക് ഈ എക്സാമിനെ പാസ്സാകാൻ സഹായിക്കണമെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് അച്ഛൻ്റെ ടോക്കും അതുപോലെ ഒരുപാട് ടെസ്റ്റിമണീസൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും അച്ഛൻ എനിക്ക് അന്ന് തന്ന കാശുരൂപവും എല്ലാം ആയി ഞാൻ UK തന്നെ എക്സാം എഴുതാൻ വേണ്ടി സെൻറ്ററിൽ പോയി. ഞാൻ അവിടെ ഉപ്പ് വിതറി ഞാനിരുന്ന സ്ഥലത്തിരുന്ന് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 5-ാമത്തെ തവണ എക്സാം എഴുതി ഞാൻ പാസ്സായി എല്ലാം. മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. എൻ്റെ ഡെലിവറിക്ക് മുന്നേ തന്നെ എനിക്ക് OETയും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ CBT എക്സാമും അവിടെ നിന്ന് എഴുതി, അതെല്ലാം പാസ്സായി. അപ്പം ഞാൻ മാതാവിനോട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇനി ഇവിടെ വരുമ്പം ഉറപ്പായിട്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് മാതാവ് വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞ് തിരിച്ചു പോകുമെന്ന്. അതുപോലെ ഇത്രയുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ദുബായിൽ കൊണ്ടുപോയി എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ പേഷ്യൻസായിട്ട് വരുന്നവർക്കെല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇവിടെ കൃപാസനത്തിൽ എനിക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ അവരുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു. ഇപ്പം ഞാൻ UK പോയി അവിടെ എനിക്ക് ഇത്രയും എല്ലാം കിട്ടിയ സമയത്ത് ഞാനിപ്പം ഇംഗ്ലീഷിലുള്ള ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അവിടെ കൊണ്ടുപോയി അവിടെയുള്ള ആൾക്കാർക്കെല്ലാം വിതരണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ വെളിയിലായിരുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവിടെ ഓരോരുത്തരെ കാണുകയും മാതാവിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് ഞാൻ ഇവിടെയുള്ള ഓൾഡേജ് ഹോമിലും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർക്ക് മരുന്ന് വാങ്ങിക്കാനുമായിട്ട് പൈസ അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാം ആയിട്ടുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ കൂടാറുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ വായന ഞാൻ ഒരു 10 മിനിറ്റ് എനിക്ക് സമയം കിട്ടും, 10 മിനിറ്റ് ഞാൻ അതൊക്കെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിമോണീസ് ഞാൻ കേൾക്കാറുണ്ട്. ഓൾമോസ്റ്റ് വരുന്നതെല്ലാം ഞാൻ അങ്ങനെ കേൾക്കാറുണ്ട് യൂട്യൂബിൽ. ഇത്രയെല്ലാം ചെയ്തു തന്ന എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.